സർഗം കിച്ചണിൽ ഹോം മെയ്ഡ് ബ്ലാക്ക് ഫോറസ്റ്റ് ആണ് തയ്യാറാക്കുന്നത്. വെരി സിമ്പിളായിട്ട് തന്നെ നമുക്കിത് തയ്യാറാക്കാം. ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് തയ്യാറാക്കുന്നതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: 4 കോഴിമുട്ട, 3/4 കപ്പ് മൈദ, കോൺഫ്ലവർ 1 ടീസ്പൂൺ, ചെറി ആവശ്യത്തിന്, വാനില എസൻസ്, ഉപ്പ്, ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ, പൊടിച്ച പഞ്ചസാര 1 കപ്പ്. ഞാൻ അളവൊക്കെ എടുക്കുമ്പോൾ പറയാം. ഡാർക്ക് ചോക്ലേറ്റ് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി 1 പീസ്, പിന്നെ ബട്ടർ 100 ഗ്രാം, കൊക്കോ പൗഡർ 1/4 കപ്പ്. കേക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടി ആദ്യം ഈ പാത്രത്തിൻ്റെ അതേ അളവിൽ ഒരു ബട്ടർ പേപ്പർ മുറിച്ച് ആ വട്ടത്തിൽ തന്നെ നമുക്ക് ഉള്ളിലേക്ക് ഇറക്കി വയ്ക്കണം. അതിന് വേണ്ടി ആദ്യം ഒരു ബട്ടർ പേപ്പർ മുറിച്ച് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഈ പാത്രത്തിൽ വെജിറ്റബിൾ ഓയിലോ ബട്ടറോ അങ്ങനെ ജസ്റ്റ് ലൈറ്റായിട്ട് ഒന്ന് നമുക്ക് തടവി കൊടുക്കാം. സൈഡും ഒക്കെ ജസ്റ്റ് ഒന്ന് തടവി കൊടുത്താൽ മതി. അതിനുശേഷം മൈദ ഇട്ട് നമുക്കൊന്ന് സെറ്റ് ചെയ്യാം പാത്രം. കൈ കൊണ്ട് തന്നെ ഒന്ന് എല്ലാ ഭാഗത്തേക്കും ഒന്ന് തുടച്ച് എത്തിക്കാം. ഈ പൊടി മൈദ ഒന്ന് മാറ്റിക്കളയാം. എക്സ്ട്രാ വരുന്ന പൊടി നമുക്ക് കളയാം. തട്ടി എടുക്കാം. നമുക്ക് മാറ്റി ഈ ബട്ടർ പേപ്പർ വെച്ച് നമുക്ക് ഈ ട്രേ മാറ്റി വയ്ക്കാം. ബാറ്ററൊക്കെ തയ്യാറാക്കി നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. ഇതാദ്യം ഇത് തയ്യാറാക്കി മാറ്റി വയ്ക്കാം. കേക്ക് തയ്യാറാക്കുന്നതിന് വേണ്ടി നമ്മൾ ഓവനിലൊന്നല്ല തയ്യാറാക്കണേ. നമ്മളൊരു പാത്രം വെച്ച് നല്ലോണം ചൂടായി ആദ്യമേ തന്നെ ഇത് സെറ്റ് ചെയ്ത് വെക്കണം. ചൂടാക്കി ഉപ്പിട്ട് ഇതൊന്ന് നിലയ്ക്ക് ഉപ്പിട്ട് വെക്കണം. അതൊന്ന് നല്ല ചൂടിൽ വേണം നമുക്ക് ബാറ്റർ ഒഴിച്ചിട്ട് വെക്കാനായിട്ട്. മുന്നേ ബേക്ക് ചെയ്ത ഉപ്പ് തന്നെയാണ്. നമുക്ക് എത്ര ട്രിപ്പ് വേണമെങ്കിൽ ബേക്ക് ചെയ്യാം. പരത്തി വെക്കാം. ഇതിവിടെ ഇരുന്ന് ഇങ്ങനെ ചൂടാവട്ടെ. നല്ല ചൂടിൽ വേണം. ഒരു 15 മിനിറ്റെങ്കിലും ഇതിങ്ങനെ ചൂടാവണം. നമുക്ക് മൂടി മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കേക്കിന് ആവശ്യമുള്ള ബാറ്റർ തയ്യാറാക്കാം. ഇനി ഒരു അരിപ്പെടുത്ത് നമുക്ക് എല്ലാ ഡ്രൈ ഇൻഗ്രീഡിയൻസും നമുക്ക് 3 പ്രാവശ്യം അരിച്ചിട്ട് വേണം ഉണ്ടാക്കാനായിട്ട്. ആദ്യം മൈദ 3/4 കപ്പ്. അത് നമ്മൾ ഡയറക്റ്റായിട്ട് കോരി എടുക്കരുത്. ഒരു സ്പൂൺ എടുത്ത് ഇങ്ങനെ സ്പൂൺ കൊണ്ട് ഇടണം. കേക്കിൻ്റെ കറക്റ്റായിരിക്കണം അളവ്. 3/4 കപ്പ് മൈദ. 3/4 കപ്പ് മൈദയാണ് നമ്മൾ എടുത്തുള്ളത്. അതിൽ നിന്ന് 1 ടീസ്പൂൺ മൈദ മാറ്റി അതിന് പകരം കോൺഫ്ലവർ 1 സ്പൂൺ ചേർക്കണം. ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. കോൺഫ്ലവർ 1 സ്പൂൺ ചേർത്ത് അരിപ്പിടാം. പിന്നെ കൊക്കോ പൗഡർ 1/4 കപ്പ് കൊക്കോ പൗഡർ, ഉപ്പ് 1 നുള്ളി ചേർക്കാം, ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ. നമ്മൾ നല്ലോണം ഒന്ന് അരിച്ചെടുക്കണം. കട്ടകളൊക്കെ ഒന്ന് വിടാൻ വേണ്ടി ഇങ്ങനെ അരിച്ചാൽ കേക്ക് നല്ലോണം പൊന്തി വരും. ഇത് 3 പ്രാവശ്യം ഇങ്ങനെ അരിക്കണം. ഇത് ആദ്യത്തെ പ്രാവശ്യം കഴിഞ്ഞ് ഇങ്ങനെ 3 പ്രാവശ്യം അരിച്ചിട്ട് വേണം തയ്യാറാക്കാൻ. പ്രാവശ്യം അരിച്ച ഡ്രൈ ഇൻഗ്രീഡിയൻ്റ് ആണിത്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. എഗ്ഗും യോക്കും വൈറ്റും നമ്മൾ മാറ്റി വെച്ച് നല്ലോണം ബീറ്റ് ചെയ്യണം. ബീറ്റർ കൊണ്ട് തന്നെ ബീറ്റ് ചെയ്യാൻ നല്ലത്. സ്ലോന്ന് തുടങ്ങി ഹൈയിലാക്കണം. നല്ല ഫ്ലഫി ആവണം. എന്നാലേ കേക്ക് നല്ല സ്പോഞ്ചി ഇതാവുള്ളൂ. ഇതുപോലെ എഗ്ഗ് നല്ല ഫ്ലഫി ആയി എഗ്ഗ് യോക്ക് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. അത് എഗ്ഗ് വൈറ്റിൻ്റെ പോലെ ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല.
ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി. ഇതിലേക്ക് വാനില എസൻസ് 1 സ്പൂൺ ചേർക്കാം. അതൊന്ന് നമുക്ക് അടിച്ചെടുക്കാം. എഗ്ഗിൻ്റെ സ്മെല്ലൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ്. ഇനി ബട്ടർ ബീറ്റ് ചെയ്യാം. നല്ലോണം ബീറ്റ് ചെയ്യണം. അതിൻ്റെ യെല്ലോ കളർ മാറി വൈറ്റ് ഷെയ്ഡിലേക്ക് വരണം. ബട്ടർ ചെറിയ പാത്രത്തിലാണ് ഞാൻ ബീറ്റ് ചെയ്ത്. ഇനി ഇത് വലിയ പാത്രത്തിലേക്ക് മാറ്റി, അല്ലെങ്കിൽ എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി കൊള്ളില്ല. ഇനി നമുക്ക് 1 കപ്പ് ഷുഗർ കുറച്ച് എടുത്ത് ബീറ്റ് ചെയ്യാം. ആദ്യമേ തന്നെ ഇതുകൊണ്ടൊന്ന് നമുക്ക് ഇളക്കാം, അല്ലെങ്കിൽ ഷുഗർ പുറത്തേക്ക് തെറിക്കും. എന്നിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇപ്പോൾ ബട്ടറും ഷുഗറും പൊടിച്ച ഷുഗർ നല്ലോണം ബീറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാം നല്ല മിക്സ് ആയിട്ടുണ്ട്. 4-5 പ്രാവശ്യമായിട്ട് ഞാൻ ഷുഗർ ചേർത്തടിച്ചുള്ളത്. നല്ല ഫ്ലഫി ആയിട്ട് എഗ് വൈറ്റ് നമുക്ക് നല്ലോണം ബീറ്റ് ചെയ്ത് യോജിപ്പിക്കാം. സ്ലോലി ബീറ്റ് ചെയ്താൽ മതി, ഹൈയിലാക്കണ്ട. എഗ് വൈറ്റ് ഇട്ട് സ്ലോ സ്പീഡിൽ നല്ലോണം ഒന്ന് അടിച്ചെടുക്കണം. അപ്പം എല്ലാം കൂടി ഒന്ന് യോജിച്ച് വരും. ഇനി നമുക്ക് എഗ് യോക്ക് ചേർക്കാം. ചെറുതായി ഒന്ന് അടിച്ചെടുത്താൽ മതി. നമുക്കിനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമ്മൾ നേരത്തെ 3 പ്രാവശ്യം അരിച്ച് വെച്ചത് കൊക്കോ പൗഡർ, മൈദ, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ ഒക്കെ ചേർക്കാം. കുറച്ച് ചേർക്കണം. ഇനി നമുക്ക് ബീറ്റർ ഉപയോഗിക്കാതെ സ്പാറ്റുല വെച്ച് ഇതിങ്ങനെ ഇങ്ങനെ ആദ്യം ഒന്ന് ചുറ്റിച്ച് ഒന്ന് നടുവിൽ കൂടെ വെട്ടിയിട്ട് വേണത് ഇളക്കാനായിട്ട്. എയർ ബബിൾസൊക്കെ പോയി നല്ല സോഫ്റ്റ് ആവും. കുറച്ച് ചേർത്ത് എല്ലാതും ഇങ്ങനെ ഇളക്കണം. കുറച്ച് ഇട്ട് നല്ലോണം ഇളക്കി നല്ല റിബണിൻ്റെ പരുവത്തിലാക്കിയിട്ട് മാവ്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ച ട്രേയിലേക്ക് ഒഴിക്കാം. ഇതിൻ്റെ പാകം നോക്കിയാൽ എയർ ബബിളൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമ്മളിതിങ്ങനെ ഇളക്കി ഇതിങ്ങനെ കാണിക്കേണ്ടത്. ഇപ്പോൾ എയർ ബബിളൊക്കെ പോയി നല്ല ഫ്ലഫി ആവും. നേരത്തെ തയ്യാറാക്കി വെച്ച കേക്ക് ട്രേക്ക് ഒഴിക്കാം. എല്ലാതും വടിച്ച് വീഴ്ത്താം. ഇത് നല്ലോണം ഒഴിച്ചിട്ട് എയർ ബബിൾ പോകാൻ വേണ്ടി നല്ലോണം ഒന്നിങ്ങനെ പൊട്ടിയെടുക്കണം, ടേപ്പ് ചെയ്യണം. അപ്പോൾ ഇത് ലെവലാവും. നേരത്തെ തന്നെ നമ്മൾ ചൂടാക്കി വെച്ച ഉപ്പിട്ട് വെച്ചിരുന്ന പാത്രത്തിലേക്ക് കുക്കറിൽ നമുക്ക് തയ്യാറാക്കാം. ഇതിപ്പോൾ ഞാനൊരു കുണ്ടുള്ളൊരു പാത്രത്തിലാണ് വെച്ചുള്ളത്. ഇത് 10 മിനിറ്റ് കൂടി ഒന്ന് ചൂടായി നമുക്ക് ട്രേ വയ്ക്കാം. മൂടി വയ്ക്കാം. തീ ഒന്ന് ചുരുക്കിയിടാം. ഒരു 35-45 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് തുറന്ന് നോക്കിയാൽ മതി. ഇനി നമുക്ക് വെയിറ്റ് കയറ്റി വയ്ക്കാം. തുറന്ന് നോക്കാം. എന്നിട്ടുണ്ട് നമുക്കിതൊന്ന് കുത്തി നോക്കാം. അപ്പോൾ ഇത് ഒന്നും തടഞ്ഞില്ലെങ്കിൽ കണ്ട കറക്റ്റ് വേവ് പാകണം. ടൂത്ത് പിക്ക് കൊണ്ടോ നൈഫ് കൊണ്ടോ ഒന്ന് കുത്തി നോക്കിയാൽ മതി. നമുക്ക് ഉപ്പിലധികം നേരം വെക്കാൻ പാടില്ല. നമുക്കിത് പെട്ടെന്ന് തന്നെ എടുത്ത് മാറ്റണം. ഇത് നമുക്ക് 2 മിനിറ്റ് കഴിയുമ്പോൾ ഇളക്കി പാത്രത്തിലേക്ക് മാറ്റാം. സൈഡിലൊക്കെ ഒന്ന് കുത്തി നോക്കാം. എന്നിട്ടിങ്ങനെ ഇളക്കിയെടുക്കാം. ഒരു ചൂടാറിയിട്ട് വേണം നമുക്ക് ഐസിങ് ചെയ്യാനായിട്ട്. അത് നല്ല ഫ്ലഫി കേക്കായിട്ടുണ്ട്. ചൂടാറിയിട്ട് നമുക്ക് അങ്ങോട്ട് മാറ്റാം. സൈഡൊന്ന് കത്തിയോണ്ട് ഒന്ന് പിടിച്ചു കൊടുക്കണം. ഇനി നമുക്ക് മെല്ലെ ആ പാത്രത്തിലേക്ക് നമ്മുടെ നല്ല ഫ്ലഫി കേക്ക് തയ്യാറായിട്ടുണ്ട്. ഇനി ചൂടാറിയതിന് ശേഷം നമുക്ക് ബട്ടർ പേപ്പർ മാറ്റി ഐസിങ് ചെയ്യാം. ഇത്
ഫ്രിഡ്ജിൽ വെച്ച് 2 മണിക്കൂറോളം തണുപ്പിച്ച് വെച്ചതാണ്. അത് കഴുകി നല്ലോണം ഫ്രിഡ്ജിൽ തണുപ്പിക്കണം, എന്നാലേ നമ്മുടെ ക്രീം നല്ല സെറ്റായിട്ട് നിൽക്കുള്ളൂ. ഈ പാത്രം തണുപ്പിച്ചിട്ടുണ്ട്, നമ്മുടെ ഈ ബീറ്ററും തണുപ്പിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ 1 കപ്പ് വിവാൻ്റെ ക്രീമാണ് ഞാൻ എടുത്തുള്ളത്, വിപ്പിംഗ് ക്രീം. അത് 1 കപ്പ് എടുത്ത് നമുക്ക് നല്ലോണം ബീറ്റ് ചെയ്ത് പതപ്പിക്കാം. ചെറുതീന്ന് തൊട്ട് തുടങ്ങണം, സ്ലോയില് തുടങ്ങി ഹൈയിലെത്തിക്കണം. 5 മിനിറ്റ് നല്ലോണം ബീറ്റ് ചെയ്ത് നമ്മുടെ ക്രീമൊക്കെ നല്ല തിക്കായിട്ടുണ്ട്. ഇനി ഇത് തണവ് ഇടാണ്ടിരിക്കാൻ നമ്മളിപ്പോൾ തന്നെ അത് ഫ്രിഡ്ജിൽ വെക്കണം. ഫ്രിഡ്ജിൽ വെച്ചിട്ട് വേണം നമുക്ക് കേക്കൊക്കെ കട്ട് ചെയ്തതിന് ശേഷം വേണം നമുക്കത് ഫ്രിഡ്ജിൽ നിന്ന് എടുക്കാനായിട്ട്. അപ്പോൾ നല്ല സ്റ്റിഫായിട്ട് തന്നെ ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ നിൽക്കും. ഇനി നമ്മുടെ ഇത് തണുത്തുണ്ട്, ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് നല്ല ഫ്ലഫി ആയിട്ട് നല്ലോണം തണുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ബാക്കിലത്തെ ബട്ടർ പേപ്പർ മാറ്റിക്കണം. ഇത് നമുക്ക് 2 പീസായിട്ട് കട്ട് ചെയ്യണം. നൂലുകൊണ്ട് വേണമെങ്കിൽ കട്ട് ചെയ്യാം. അപ്പം ഞാൻ കത്തി കൊണ്ടാണ് കട്ട് ചെയ്യണേ. അത് നമുക്കൊരു പ്ലേറ്റിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ റൗണ്ട് ടേബിളിൽ വെച്ചിട്ടോ കട്ട് ചെയ്യാം. കറക്റ്റ് തിക്നെസ് ആവാൻ ശ്രദ്ധിക്കണം. ഒരു പീസ് അടുത്തത് ഇവിടെ നമുക്ക് കട്ട് ചെയ്യാം. 2 പീസായിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ഭാഗം ഷുഗർ സിറപ്പ് കൊണ്ട് നല്ലോണം കോട്ട് ചെയ്യാം. ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയത് നമ്മൾ 2 കപ്പ് ഷുഗർ 1 കപ്പ് വെള്ളം വെച്ചിട്ടാണ് ഉണ്ടാക്കിയുള്ളത്. അത് നല്ലോണം തിളപ്പിച്ച് കഴിഞ്ഞ് ചൂടാറിയിട്ട് ഉള്ളതാണ് ഈ ഷുഗർ സിറപ്പ്. ഷുഗർ സിറപ്പ് കൊണ്ട് കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ കേക്ക് നല്ല സോഫ്റ്റ് ആവും. എല്ലാ ഭാഗത്തും സിറപ്പ് തേച്ച് സോഫ്റ്റായി. ഷുഗർ സിറപ്പൊക്കെ ആദ്യം തന്നെ തയ്യാറാക്കി വയ്ക്കാം. അപ്പോൾ നമുക്ക് കേക്ക് ക്രീം ചെയ്യുമ്പോൾ തണുത്ത് നല്ല പാകമാവും. ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. ക്രീം പരട്ടി ഒന്ന് സ്റ്റിഫ് ചെയ്ത് നിർത്താം. നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ച ക്രീമിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ഒരു ഗ്രിപ്പ് കിട്ടാൻ വേണ്ടി കേക്ക് ട്രേയിൽ പരട്ടാം. അതിന് ശേഷം നമ്മൾ ഷുഗർ സിറപ്പ് തേച്ച് വെച്ചത് വെക്കാം. അപ്പോൾ ഇത് ക്രീം പരട്ടി വെച്ച് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ തന്നാണ്ട് ശരിക്കും ഉറച്ചിരുന്നോളും. ഇതിലേക്ക് ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞ് നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് നല്ല തിക്കായിട്ട് ലെയറിലാക്കണം. തിക്കായിട്ട് ക്രീം ഒഴിക്കണം. ഇവിടെ ഇങ്ങനെ ഒന്ന് ആക്കി കഴിഞ്ഞാൽ എളുപ്പമുണ്ട്. പെട്ടെന്നൊന്ന് ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് ക്രീം ഒന്ന് പരത്തിയെടുക്കാം. അല്ലെങ്കിൽ ഒരു സ്പാത്തിൽ വെച്ച് ജസ്റ്റ് ഒന്നിങ്ങനെ പരത്തിയാലും മതി. അടുത്തത് ഞാൻ സ്പാത്തിൽ വെച്ചിട്ട് ചെയ്യാം. പെട്ടെന്ന് തന്നെ ഇങ്ങനെ നല്ല തിക്കായിട്ട് ഒരു 1/4 ഇഞ്ച് കനത്തിൽ പരത്തിയെടുക്കാം. ഇനി നമുക്ക് അടുത്ത ലെയറിലും കൂടി ഇങ്ങനെ നമ്മുടെ ഷുഗർ സിറപ്പ് തേക്കാം. കേക്ക് നല്ല സ്മൂത്ത് ആവാൻ വേണ്ടിയിട്ടാണ് ഷുഗർ സിറപ്പ് തേക്കുന്നത്. ഇതിൻ്റെ മുകളിൽ നമുക്ക് ഷുഗർ സിറപ്പ് തേക്കാം. ഇനി നമുക്ക് സ്പാത്തിൽ വെച്ചിട്ട് ക്രീം പരത്താം. നല്ല ഒരു 1/4 ഇഞ്ച് കനെങ്കിലും വേണത് പരട്ടാൻ. നല്ല ക്രീമിന് നല്ല കട്ടി വേണം. അല്ല നമുക്ക് സ്ലൈസ് ചെയ്യുമ്പോൾ നല്ല ഫിനിഷിങ് കിട്ടുള്ളൂ. അടുത്ത ലെയറിൽ നമുക്ക് ഷുഗർ സിറപ്പ് പരട്ടി വയ്ക്കാം. ഈ സമയത്ത് നമുക്ക് ക്രീം ചെയ്ത കേക്ക് നമുക്ക് ഫ്രിഡ്ജിലേക്ക് ഒന്ന് തണുപ്പിക്കാൻ വെക്കാം. അപ്പോൾ നമുക്കൊന്ന് ഇതൊരു സ്റ്റിഫായിട്ട് കിട്ടുള്ളൂ. 5 മിനിറ്റ് തണുപ്പിക്കാൻ വെക്കാം. എന്നിട്ട് വേണം അടുത്തത് ഡെക്കറേഷൻ ചെയ്യാൻ.
നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് ഒരു 10 മിനിറ്റ് വെച്ചതിന് ശേഷം തണുത്തിട്ട് എടുത്തതാണ്. ഇനി ഇതാദ്യം നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. ബ്ലാക്ക് ഫോറസ്റ്റ് ആയി കാരണം അധികം ഡെക്കറേഷനൊന്നും ആവശ്യമില്ല. ആദ്യം നമുക്ക് ഒരു വട്ടത്തിലുള്ളതൊന്ന് വെച്ച് ഇവിടെ ഒന്ന് സ്പേസ് ഒഴിവായി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഡാർക്ക് ചോക്ലേറ്റ് ഇടാം. ഇങ്ങനത്തെ ഒരു സ്ലൈസറിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ചെറുതാക്കി ഇടാം. സൈഡിലേക്കും ചെയ്യാം. സൈഡിലേക്ക് പറ്റിയിട്ട് നമുക്ക് ഒരു പാത്രത്തിൽ ഇട്ടിട്ട് കൈ കൊണ്ട് പിടിപ്പിക്കാം. മെല്ലെ കൈ കൊണ്ട് ഇങ്ങനെ പിടിപ്പിക്കാം. നമുക്കിത് മാറ്റാം. നല്ല പൂ വരയ്ക്കാം. ജസ്റ്റ് ഒരു റോസപ്പൂ പോലെ ഒന്ന് ചെയ്ത് വയ്ക്കും. സിമ്പിൾ ഡെക്കറേഷനായിട്ട് ഇത് ചെയ്യണത്. ബ്ലാക്ക് ഫോറസ്റ്റിന് അധികം ഡെക്കറേഷൻ്റെ ഒന്നും ആവശ്യമില്ല. മുകളിൽ നമുക്ക് ഒരു ചെറി വയ്ക്കും. നമ്മുടെ ഹോം മെയ്ഡ് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് തയ്യാറായിട്ടുണ്ട്. സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കാതെ. ഇതുപോലുള്ള പാചക വീഡിയോകൾ ഇനിയും ലഭിക്കുന്നതിന് വേണ്ടി ഈ വീഡിയോയ്ക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യൂട്യൂബിൽ സർഗം കിച്ചൺ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക.